ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയുള്ള നമ്മുടെ കൊട്ടാരക്കര അടുക്കള എന്ന് പറഞ്ഞ ഫാമിലിസ്റ്റുള്ള അടുക്കള ഫാമിലിസ്റ്റ് ഒന്നാൻ ബേക്കറിയിലാണ്. നാടൻ അറേബ്യൻ ചൈനീസ് അടുക്കള 46 നമ്മുടെ കൊട്ടാരക്കര അടുക്കള. ഇതാണ് ഹോട്ടല്. നല്ലൊരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ. ഞാനിപ്പോൾ അകത്ത് കയറി നോക്കിയിട്ടാണ് ഇറങ്ങിപ്പോന്നത്. അടിപൊളി ഹോട്ടലാണ്. നമ്മൾ അത്യാവശ്യ കാര്യത്തിനായിട്ട് ഇന്നലെ ഫന്നിക്കാവിൽ വന്നാണ്. ശരിക്കും ഫന്നിക്കാവിൽ നിന്ന് കൊട്ടാരക്കര വന്നിരിക്കുകയാണ്. അപ്പോൾ കൊട്ടാരക്കര ഗണപതി ടെമ്പിളിലും കയറിയിട്ട് തിരിച്ച് നമ്മൾ ഇവിടെ വന്നു. കൊട്ടാരക്കര ക്ഷേത്രത്തിൽ കയറാനൊന്നും പറ്റിയില്ല, അടക്കുകയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അകത്ത് കയറണം. ഓക്കെ, ഇതാണ് ഹോട്ടലിൻ്റെ ഉൾവശം എന്തായാലും കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത ഒരു ആംബിയൻസൊക്കെ ഉണ്ട്. ഏതായാലും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയാണ് പോയത്. അളിയനും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും അങ്ങനെ എല്ലാവരും കൂടി. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തത് 6 മീൽസാണ് കൊടുത്തു. 6 മീൽസും ഒരു ചിക്കൻ ബിരിയാണി. മീൽസിനോടുള്ള കറികളാണിത്. ഒരു 5 തൊട്ടുകൂട്ട് കറി. പിന്നെ ചോറിൻ്റെ കൂടെ തന്നെ മീൽസിൻ്റെ കൂടെ തന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു. ഫിഷ് കറി പലർക്ക് പല ഫിഷ് കറിയായിട്ട് കിട്ടിയത്. 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 കൂട്ടം ഫിഷ് കറിയും കിട്ടിയത്. എനിക്ക് അണ്ണനും മോദക്കറി കിട്ടി. ബാക്കിയുള്ളവർക്കും മറ്റേ അയലക്കറി ഉണ്ടെങ്കിൽ കിട്ടി. അങ്ങനെയാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നെ ചെമ്പല്ലി പൊള്ളിച്ചത് 2 പിന്നെ അതുപോലെ തന്നെ കാളാഞ്ചിയും പൊള്ളിച്ചതും, അതുപോലെ തന്നെ നമ്മുടെ താറാവ് കറിയും ആണ് ഓർഡർ ഉണ്ടായിരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താറാവ് കറിയായിരുന്നു കേട്ടോ. താറാവ് കറി അടിപൊളിയായിരുന്നു. പിന്നെ മീൽസിൻ്റെ കൂടുതൽ ഫിഷ് കറി ഉണ്ടല്ലോ, അതും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പൊള്ളിച്ചൊന്നും എനിക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. ഏതായാലും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് കഴിക്കായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. അവിടുത്തെ സ്റ്റാഫ് ഒക്കെയും തന്നെ നമുക്ക് അതൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു കേട്ടോ. ആ മീൻ പൊള്ളിച്ചതൊക്കെയും സ്റ്റാഫ് തന്നെ വന്ന് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും ഓരോ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ മീൻ പൊള്ളിച്ചതൊന്നും അത്ര താല്പര്യമില്ലാത്ത സംഭവമായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡാണ്. വെജിറ്റേറിയൻ ഫുഡ് തന്നെയല്ല, എനിക്ക് പച്ചമോരുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പച്ചമോര് ഒഴിച്ച് കഴിക്കുക എന്നുള്ളത്. എനിക്ക് മീൻ പൊള്ളിച്ചത് അത്ര താല്പര്യം തോന്നിയില്ല. പക്ഷേ താറാവ് കറി ഉണ്ടല്ലോ, അതൊരു അടിപൊളി കറിയാറുണ്ട്. ഇത് കാളാഞ്ചി പൊള്ളിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതൊന്നുമല്ല എനിക്കിഷ്ടപ്പെട്ടത് താറാവ് കറിയാണ്. ഇതാണ് താറാവ് കറി കിട്ടിയപ്പോൾ തന്നെ എല്ലാവരും കഴിച്ച് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.